പിന്നെ വെയിലത്ത് നല്ല പണിക്ക് പോക്കായിരുന്നല്ല. നീ മറ്റേ കണ്ടെയ്നറില് ട്രെയിലറില് എന്താ കയറാൻ പോകുന്ന ട്രെയിലറിൽ കണ്ടെയ്നറിലും പോവാൻ ചാൻസ് ആയിട്ടുണ്ട്. പക്ഷെ ഏതിൽ പോകണമെന്ന് കൺഫ്യൂഷൻ ആയിട്ട് വീട്ടിൽ കയറി 1 മാസം ട്രിപ്പാണ്. എടാ പ്രിൻസേ, എടാ അത് പള്ളി പഠിക്ക സൈക്കിളിൽ തോന്നി വീണ. അത് പോട്ടെ, അത് കുഴപ്പമില്ല. പണി ഇല്ലാണ്ടിരിക്കോടാ. പണി വല്ലതും ഉണ്ടാ? പണി പെയിന്റിങ് ആണ്. ഞാൻ ചോദിച്ചോക്കാം. മതിയാ? പെയിന്റിങ് കുഴപ്പമൊന്നുമില്ല. ആ ചേട്ടാ പണി ഉണ്ടാവോ? ഇല്ലല്ലേ? ഹരി തങ്കപ്പ ചേട്ടാ പണി ഉണ്ടാവോ? നാളെ വരാനാ? ഞാൻ എന്റെ കൂട്ടാന്റെ കയ്യിലൊടിഞ്ഞിരിക്കണേ. നാളെ ഹോസ്പിറ്റലിൽ പോണല്ല. വാന്ന് പറയാൻ വേണ്ടി വിളിച്ചാണേ. ശരിയെന്നാ. പിന്നെ പണി ചോദിച്ചു എന്തിനാണ്? അതെന്നു ഞാൻ വിചാരിച്ച നാളെ തന്നെ ഒരു ബൈക്കോട്ട് ഹോസ് പിടിച്ചിട്ടില്ലേ? ഇവിടുത്തെ കാലൊക്കെ തകർത്തത് തളം കിട്ടി കിടക്കണോടാ. ഈ പള്ളി പഠിക്കത് എവിടെ? പള്ളി പഠിക്കേ? എന്നിട്ട് ആൾക്ക് വല്ലതും പറ്റിയെന്നാ എന്റെ പൊന്ന് ചോദിച്ചേട്ടാ. ആ ടോർസൊന്നും ഇടിച്ചിട്ടില്ലേ? ആ ബൈക്കിന്റെ ഫുള്ള് തകർന്ന്. പിന്നെ അവന്റെ കൈ വച്ചു പോയിരിക്കുന്നു. ആ മൂന്നില് കഴിച്ചുമ്പോ 3 ഇറക്കി. ബാക്കിയൊക്കെ കിട്ടി കൊണ്ടുപോയിട്ടുണ്ട്. രക്ഷപ്പെടുമെന്ന് അറിയാൻ പാടില്ല. എന്ത് പറയാനല്ലേ? വണ്ടിയൊക്കെ സൂക്ഷിച്ചു ഓടിച്ചില്ലെങ്കിലേ ഈ കാലത്ത് രക്ഷയില്ല. അത് പണ്ടാറ് ഇനിയിപ്പോ കണ്ടല്ലേ? ശരിക്കും കണ്ടാന്ന് വെച്ച് ഇതൊക്കെ കാണുന്നുണ്ട്. അവിടെ തോർത്ത് കിടക്കണ്ട്. അതിന് മുമ്പിലൂടെ ആൾക്കാരും കൂടിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഊഹിച്ചാ പോരെ? നീ ഊഹിച്ചല്ലേ? ചേട്ടാ മാധൂരി, ഞാനാണ് വീണത്. സൈക്കിളിലായിരുന്നു. എന്റെ ബൈക്കിലാണ് ഓർത്തിടിച്ചെന്ന് പറഞ്ഞ് സമ്മതിക്കണോട്ടാ. നിന്നാ പരിങ്ങണണ്ടില്ലേ അവൻ? അവനൊന്നും സൈക്കിളിൽ നിന്ന് വീണ്. അതിനാണ് കയ്യറ്റുപോയി കാലറ്റുപോയി. എന്റെ നാക്കണറ്റുകൊണ്ട്. സുധാരണേട്ടോ എവിടെ പോണ? ധൃതി അവിടെ വണ്ടി തല പൊളിഞ്ഞ് വന്നതാ. എന്റെ ദൈവമേ, ഇവന്മാരൊക്കെ കൊന്നല്ല.